നമസ്കാരം. ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് സമസ്ത മക്കളുടെ സ്വകാര്യ അഹങ്കാരവും പ്രഗത്ഭ പ്രഭാഷകനും വിജയീ പ്രസ്ഥാനങ്ങളുടെ പേടി സ്വപ്നവുമായ PM അബ്ദുസ്സലാം ബാഖവി ഉസ്താദ് കേന്ദ്ര മുഷാവറ അംഗം വേദിയിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരണീയരായ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ അഭിവന്യരായ നായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകളെ, ഇവിടെ സമസ്തയുടെ ആദർശം, നയനിലപാടുകൾ വളരെ വ്യക്തമായ ഭാഷയിൽ വിശദീകരിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ട്രഷററും നമ്മുടെ അഭിമന്യ ഗുരുവുമായ ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദ്, ബഹുമാനപ്പെട്ട ജമലുൽ തങ്ങൾ, ബഹുമാനപ്പെട്ട സാബിഖ് അലി തങ്ങൾ, ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് അടക്കമുള്ള സമയത്തിന്റെ ദൈർഘ്യം കൊണ്ട് ഭയപ്പെട്ടത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അവരൊക്കെ അടക്കമുള്ള ബഹുമാന്യരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന മഹത്തായ പ്രമേയത്തെ ആസ്പദമാക്കി 100ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് വിജയിപ്പിക്കാൻ വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ സർവസജ്ജരായി പ്രവർത്തന ഗോതയിൽ സജീവമായി പ്രവർത്തനത്തിന് ഇറങ്ങിക്കഴിയുകയും ചെയ്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് നേരത്തെ പറയുമ്പോൾ അവിടുത്തെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽ നിന്ന് അവിടുത്തെ അടുത്ത തലമുറ, അവിടുത്തെ വിശുദ്ധി അതിങ്ങനെ കൈമാറി വന്നുകൊണ്ടാണ് ഈ പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിർത്തിയത് എന്ന വസ്തുത തങ്ങൾ ഉസ്താദിന്റെ എല്ലാ പ്രസംഗങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്. ഇവിടെയും അത് ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി. ഈ വിഷയത്തെ അടിവരയിട്ടുകൊണ്ട് മഹാന്മാരായ അയിമ്മത്ത് പറഞ്ഞതും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുമായ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യഹ്മിലു ഹാദദ്ദീന മിൻ കുല്ലി ഖലഫിൻ ഉദൂലു. ഓരോ കാലഘട്ടത്തിലും ഈ ദീനിനെ സംരക്ഷിക്കാൻ ആ കാലഘട്ടത്തിലെ നീതിമാന്മാരായ, നീതിബോധമുള്ള, വിശുദ്ധാത്മാക്കളായ ആളുകളെ അല്ലാഹു നിയോഗിക്കും. യഹ്മിലു ഹാദദ്ദീൻ, ഈ ദീനിനെ എന്നും വഹിച്ചുകൊണ്ട് നടക്കും. അതിന്റെ പതാകവാഹകരായി ഇവിടെ ഉണ്ടാകും. സമൂഹത്തിന്റെ വിശ്വാസ്യതയുള്ള, സമൂഹത്തിന്റെ വിശ്വാസ്യത ആർജിച്ചിട്ടുള്ള, വിശ്വാസയോഗ്യരായ ഒരു കൂട്ടം പണ്ഡിതന്മാർ, ഒരു കൂട്ടം നേതാക്കൾ, ഈ പരിശുദ്ധമായ ദീനിനെ ഒരു കൂട്ടം പ്രവർത്തകർ ഇവിടെ വഹിച്ചുകൊണ്ടിരിക്കും എന്ന്, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുരുവര്യരാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നുണ്ട്, വജത്തു അഹാദീസൽ അഹ്കാമി കുല്ലഹാ ഇൻദ മാലികിൻ ഇല്ലാ 17 ഹദീസൻ ഫവജത്തുഹാ ഇൻദ സുഫിയാൻ. അഹ്കാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും എനിക്ക് ഇമാം മാലിക്കിൽ നിന്ന് കിട്ടി. പക്ഷെ ഇമാം മാലിക്കിൽ നിന്ന് കിട്ടാത്ത 17 ഹദീസ് എനിക്ക് സുഫിയാനിൽ നിന്നാണ് കിട്ടിയത്. അത്ര വലിയ മഹാപണ്ഡിതനാണ് സുഫിയാൻ ഇബ്നു ഉയൈന. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾ അവരെ സംബന്ധിച്ച് പറയുന്നത്, മാ വജത്തു മാ റഅയ്തു റജുലൻ അജ്മഅ ലി ആലാത്തിൽ ഇജ്തിഹാദി വഅബ്അദ അൻഹാ മിൻ സുഫിയാൻ എന്നാണ്. ഇത്രമേൽ പ്രഗൽഭനായ, ഇജ്തിഹാദിന് യോഗ്യതയുള്ള, അതോടൊപ്പം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുമായ മഹാപണ്ഡിതൻ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്താണെന്ന് അറിയോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക്കിനെ പറ്റി പറയാണ്, നളർതു ഫി അംരി സ്വഹാബ
وفي أمر عبد الله بن مبارك فما وجدت لهم عليه فضلا إلا بصحبتهم لرسول الله صلى الله عليه وسلم وجهادهم معه. ഞാൻ അബ്ദുല്ലാഹി മുബാറക്കിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കി. സുഫിയാൻ എന്നവർ പറയുകയാണ്, അബ്ദുല്ലാഹി മുബാറക്കിന്റെ ചരിത്രം ഞാൻ പരിശോധിച്ചു നോക്കി, വേണ്ട പോലെ വിശകലനം ചെയ്തു. അതുപോലെ സഹാബത്തിന്റെ സീറയും ഞാൻ പഠിച്ചു. അവരുടെ ചരിത്രം പഠിച്ചപ്പോൾ ഈ അബ്ദുല്ലാഹി മുബാറക്കും സഹാബത്തും തമ്മിൽ ഒരു വ്യത്യാസവും ഞാൻ കണ്ടില്ല. അവർ റസൂലുള്ളാഹിയുടെ സുഹബത്തിന്റെ ബർക്കത്ത് കിട്ടി, റസൂലുള്ളാഹിയോട് കൂടെ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞു എന്നതല്ലാതെ മറ്റ് അവരിലുള്ള മുഴുവൻ ഗുണങ്ങളും മുഴുവൻ വിശുദ്ധിയും അബ്ദുല്ലാഹി മുബാറക്ക് തങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല പറയുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞത് വെറുതെ അങ്ങ് പറയുന്നതല്ല, വളരെ കൃത്യമായി സീറ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ നിലക്ക് ആ വിശുദ്ധി പകർന്നു കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുസക്കിയും തസ്കിയത്ത് സക്കാ ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി അസ്കിയായിനെ വാർത്തെടുത്തു. ആ അസ്കിയായി മറ്റ് അസ്കിയായിനെ വാർത്തെടുത്തു, വിശുദ്ധാത്മാക്കളെ വാർത്തെടുത്തു. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇമാം അഹ്ലുസ് സുന്ന എന്ന പേരിൽ ലോകം അംഗീകരിച്ച മഹാനാണല്ലോ. മഹാനായ ഇമാം അഹ്ലുസ് സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുകയാണ്, സഫ്വാൻ ഇബ്നു സുലൈം എന്ന് പറയുന്ന ഒരു മുഹദ്ദിസിനെ സംബന്ധിച്ച് റിജാലുൽ ബുഖാരിയുടെ റിജാലിൽപ്പെട്ട സഫ്വാൻ ഇബ്നു സുലൈമിനെ സംബന്ധിച്ച് പറയാണ്, ആ സഫ്വാൻ ഇബ്നു സുലൈമിന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് പറയാണ്, ഹാദർ റജുൽ യുസ്തസ്ഖൽ ഗമാമു ബിദിക്രിഹി വയുസ്തശ്ഫാ ബിഹദീസിഹി. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ മഴ കിട്ടും, അത്ര വലിയ മഹാനാണ്. യുസ്തസ്ഖൽ ഗമാമു ബിദിക്രി, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ മഴ കിട്ടും. ആ നിലക്ക് മുത്തബറക്കായ തവസ്സുൽ നടത്തപ്പെട്ട മഹാപണ്ഡിതനാണ്. വയുസ്തശ്ഫാ ബിഹദീസിഹി, അദ്ദേഹത്തിന്റെ ഹദീസ് ഓതി കൊണ്ട് രോഗശമനം തേടാൻ കഴിയും. ഈ നിലക്കുള്ള വിശുദ്ധാത്മാക്കൾ, മഹാന്മാരായ അയിമ്മത്ത്, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ, ഇവരുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മളൊക്കെ കോരിത്തരിച്ചു പോകും. ഇങ്ങനെയൊക്കെ കഴിയുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ഉദാഹരണത്തിന് 1-2 സംഭവങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഈ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ വിശുദ്ധി പകർന്നു കിട്ടുകയും ആ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് ആദിലീങ്ങളും മാതൃകാ പുരുഷന്മാരുമായ മഹത്തുക്കളായ അയിമ്മത്താണ് ഇവിടെ പരിശുദ്ധമായ ദീനിനെ നിലനിർത്തിയത്. ആ ദീനിനെ അവർ കൃത്യമായി നിലനിർത്തി. അവർക്ക് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ല. എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ? ഒരു വലിയ തലയെക്കെട്ട് കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ വാചാലമായി പ്രസംഗിച്ചത് കൊണ്ടോ യഥാർത്ഥമായ മുസ്ലിം ആവുകയില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുമ്പോഴാണല്ലോ പ്രാഥമികമായി ഒരു മനുഷ്യൻ മുസ്ലിം ആവുന്നത്. അല്ലാഹു ഏകനാണെന്നും അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസത്തിന്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന ആയത്ത് ഓതിക്കൊണ്ട് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അവര് ആയത്ത് മുഴുവനും ഓതുകയില്ല. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന ആയത്തിന്റെ കഷ്ടമെടുത്തുകൊണ്ട് ആ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ചിത്രീകരിക്കുന്ന ആളുകൾ, അവര് പറയുന്ന ദീനല്ല, അവര് പറയുന്ന ദീൻ യഥാർത്ഥ ദീനല്ല. ഇമാം ഗസാലി തങ്ങൾ കൃത്യമായി പറയുന്നു, എന്താണ് ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന് പറയുന്നത്? ഐ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാറക الناس في البشريه والانسانيه من حيث الصوره فقد باينه من حيث المعنى اذ بشريته فوق بشريه الناس لاستعداد بشريته لقبول الوحي. قل انما انا بشر مثلكم اشار الى طرف المشابهه. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് എന്ന ഭാഗത്തെയാണ് ഖുൽ ഇന്നമാ അന ബശറും എന്നത് വിശദീകരിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹിയെ വിശദീകരിക്കുന്നത് യൂഹാ ഇലയ്യ എന്ന പദമാണ്. വഹ്യിന്റെ മഹത്വവും റിസാലത്തിന്റെ അന്തസ്സും നുബുവത്തിന്റെ ഗാംഭീര്യവും യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ അർത്ഥത്തിൽ റസൂലുള്ളാഹിയാണെന്ന് വിശ്വസിക്കാത്ത കാലത്തോളം അവൻ യഥാർത്ഥത്തിൽ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിച്ചവനല്ല. ആ റസൂലിനെ സംബന്ധിച്ച് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന ആയത്തിന്റെ തുണ്ടമോദിക്കൊണ്ട്, അവൻ വിശുദ്ധ ഖുർആന്റെ തുണ്ടമോദിക്കൊണ്ട് ഖറാത്തീസാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നവന്റെ ദീൻ ചേർത്ത് പിടിക്കേണ്ട ദീനല്ല,
അത് അകറ്റി നിർത്തേണ്ട ദീനാണ്. ഇതാണ് സമസ്തയുടെ നിലപാട്, ഇതാണ് പാരമ്പര്യം, ഇതാണ് അയിമ്മത്തിന്റെ മുഴുവനും നിലപാട്. ബഹുമാനപ്പെട്ട മുൻഗാമികളായ പണ്ഡിതന്മാർ മുഴുവനും കാണിച്ചു തന്നത് ഇത് തന്നെയാണ്. യഥാർത്ഥ അർത്ഥത്തിലായിരിക്കണം വിശ്വാസം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടെ നിന്നിട്ടുള്ള അയിമ്മത്ത്, ആ അയിമ്മത്തിന്റെ മഹത്വവും യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ മാതൃകാ പുരുഷന്മാരാക്കി മുന്നിൽ നിർത്തിക്കൊണ്ട്, നിങ്ങൾ നോക്കൂ, ഇതൊരു ഖുർആനിന്റെ തഹരീഫല്ലേ യഥാർത്ഥത്തിൽ ഇവർ നടത്തിയത്? എന്നതിന് അവർ നൽകുന്ന ഈ അർത്ഥം യഥാർത്ഥത്തിൽ ഒരു തഹരീഫല്ലേ? ബഹുമാനപ്പെട്ട സിയാദ് ബിൻ ലബീദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അവർ ഇൽമു ഉയർത്തപ്പെടുന്ന അവസ്ഥയെ സംബന്ധിച്ച് ഒരു പ്രസംഗം നടത്തുകയാണ്. ഖുർആൻ ഇല്ലാതെയാകും, ഖുർആനിന്റെ ആശയങ്ങൾ ഇല്ലാതെയാകും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുന്നു. സിയാദ് ബിൻ ലബീദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, കൈഫ യുർഫഉൽ ഇൽമു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക? നമ്മുടെ മുന്നിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഓതുന്നു, നമ്മൾ ഓതി കൊടുക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക എന്ന് ചോദിച്ചപ്പോൾ തഖിലത്തുക ഉമ്മുക യാ സിയാദ്, തഖിലത്തുക ഉമ്മുക യാ സിയാദ്, സിയാദേ നീ ഒരു അന്തമുള്ള ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ബുദ്ധിയുള്ള ആളാണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ നീ അത്രമാത്രം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഈ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് എന്ത് കാര്യം? സബൂറും തൗറാത്തും ഇഞ്ചീലും അല്ലാഹുവിന്റെ കിതാബല്ലേ, അതിവിടെ ഉണ്ടായിരുന്നില്ലേ? എന്ത് സംഭവിച്ചു? അതിന് തഹരീഫ് സംഭവിച്ചു. അതിനെ കാത്തു സൂക്ഷിക്കുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇല്ലാതെയായി. അതുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങൾ അപ്രസക്തമായി, അതുകൊണ്ടുള്ള ഫലമില്ലാതെയായി. എന്നതുപോലെ ഈ പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ രൂപം, അത് രണ്ട് തരത്തിലുള്ള തഹരീഫ് ഉണ്ടല്ലോ. അർത്ഥം മാറ്റിക്കൊണ്ടുള്ള തഹരീഫ്, വാക്കുകൾ വെട്ടുമാറ്റിക്കൊണ്ടുള്ള തഹരീഫ്. ഇത് രണ്ടിൽ നിന്നും പരിശുദ്ധ ഖുർആനിനെ സംരക്ഷിക്കുന്ന പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായില്ലെങ്കിൽ ഖുർആനിന് ആ ഗതി വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഇവിടെ നിലനിൽക്കണം. അവരത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയും അതിനെതിരിൽ പുത്തനാശയങ്ങൾ വരുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുകയും അല്ലാത്ത പക്ഷം അവർക്ക് സംരക്ഷണം നൽകുകയും അവർ അതൊക്കെ സാരമില്ല എന്ന് വെച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോവുകയും ചെയ്താൽ ഒരു മുബ്തദിഇന് അഭയം നൽകുന്നവന് പോലും അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കൊയ്യൂർ ഉസ്താദ് ഇവിടെ പറഞ്ഞത്, ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇസ്ലാം വിശുദ്ധ ഖുർആൻ അത് അതിന്റെ തനതായ രൂപത്തിൽ ഇവിടെ നിലനിൽക്കണം. അതിന് സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. അത് നിലനിർത്തണം. അത് നിലനിർത്തി തന്നു എന്നതാണ് 100 വർഷം സമസ്ത ഇവിടെ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ വരുന്ന ബഹുഭൂരിപക്ഷം സുന്നികളും മുസ്ലിങ്ങളും സമസ്തയോട് കടപ്പെട്ടതായി അവർക്ക് അവരുടെ മനസ്സ് പറയുന്നത്. അവരെ അതിൽ നിന്ന് വേർതിർത്താൻ സാധ്യമല്ല. ഞങ്ങളുടെയൊക്കെ മനസ്സ്, ഞങ്ങളുടെ ഈമാനിനെ സംരക്ഷിച്ച പ്രസ്ഥാനമാണ് സമസ്ത എന്നതുകൊണ്ട് ആ സമസ്തയുടെ പതാക എല്ലാ പതാകയെക്കാളും മുകളിൽ പാറി പറക്കണമെന്ന് കൊതിക്കുന്നവരാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിം സമൂഹവും. അതിനുവേണ്ടി കൃത്യമായി നാം പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ അടുത്ത 100 വർഷം എങ്ങനെയായിരിക്കുമെന്ന ഗതി നിർണയിക്കുന്ന വിധത്തിൽ നമ്മുടെ 100ാം വാർഷികം നമുക്ക് ആഘോഷിക്കണം. അതിനാവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളിൽ നിന്നുണ്ടാവണം. നിങ്ങളൊക്കെ പൂർണ്ണാർത്ഥത്തിൽ സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷകരായി സമസ്തയുടെ തണലിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.